പ്രാരംഭമായി ബ്രദർ ജോർജ് തോമസ്. ഇന്നത്തെ ഈ ഗ്രാജുവേഷൻ സർവീസിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന പാസ്റ്റർ ജോസ് വർഗീസ്, എൻ്റെ ബഹുമാനീയരായ അധ്യാപകർ, വേദിയിലും സദസ്സിലുമായി ഇരിക്കുന്ന കർത്താവിൻ്റെ മന്ദിരത്തോട്ടത്തിൽ അധ്വാനിക്കുന്ന ശ്രേഷ്ഠ ദൈവദാസന്മാർ, എൻ്റെ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, പ്രത്യേകിച്ച് ഇന്ന് ഗ്രാജുവേറ്റ് ചെയ്യുന്ന എൻ്റെ സുഹൃത്തുക്കൾ, കൂടാതെ ഈ ബൈബിൾ സ്കൂളിൻ്റെ ഉത്തരവാദിത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ തലങ്ങളിൽ ഉത്തരവാദിത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ രജിസ്ട്രാർ തുടങ്ങിയ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. എല്ലാവർക്കും എൻ്റെ വന്ദനം, സ്നേഹം അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ഗ്രാജുവേഷൻ സെറമണിയുടെ തീം എഴുന്നേൽപ്പീൻ പോകാമെന്നാണ്. ഈ ഭാഗം എടുത്തിട്ടുള്ളത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 46-ാം വാക്യത്തിൽ നിന്നാണ്. ഞാനതൊന്ന് വായിച്ചോട്ടെ. മത്തായി 26:46. എഴുന്നേൽപ്പീൻ നാം പോകാം, ഇതാ എന്നെ കാണിച്ചു കൊടുക്കുന്നവൻ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവും തൻ്റെ ക്രൂശീകരണം വഹിക്കുന്നതിന് മുമ്പ് തലേ ദിവസം രാത്രിയിൽ, പെസഹ രാത്രിയിൽ, യേശു ഗെത്സമന തോട്ടത്തിൽ പ്രാർത്ഥനയിലായിരുന്നു. താൻ 3 പ്രാവശ്യം വീണ് കിടന്ന് പ്രാർത്ഥിച്ചതായി വചനത്തിൽ നമ്മൾ വായിക്കുന്നു. 3 പ്രാവശ്യം, ഉദ്ദേശം 3 നാഴിക. അദ്ദേഹം പ്രാണവേദനയിൽ അതിദുഃഖിതനായി മരണവേദനയിലായി പ്രാർത്ഥിക്കുകയായിരുന്നു. സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങി വന്ന് യേശുവിനെ ശക്തീകരിച്ചു. ശക്തി പ്രാപിച്ച ശേഷം കൂടെയുള്ള തൻ്റെ ശിഷ്യന്മാർ, ഉറങ്ങുകയായിരുന്ന പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നീ 3 ശിഷ്യന്മാരോട് വന്ന് പറയുന്ന വാക്കുകളാണ് എഴുന്നേൽപ്പീൻ നാം പോകാം എന്നുള്ളത്. യേശു പോകുന്നത് യൂദയുടെ നേതൃത്വത്തിൽ തന്നെ പിടിപ്പാനായി വരുന്ന ചേവകരുടെ എതിരിടുവാനാണ്. യേശുവിന് വളരെ പരിചയമുള്ള രാത്രി സമയത്ത് തന്നെ പിടിക്കുവാനും തന്നെ ക്രൂശിപ്പാനും വരുന്നവരുടെ എതിരിട്ട് അങ്ങോട്ട് ചെല്ലുകയാണ്. യേശുവിന് ഭയമില്ല. ദൈവമക്കളെ, ശത്രുവിന്റെ നേരെ കടന്നു ചെല്ലുന്ന സൈന്യാധിപനായ സൈന്യങ്ങളുടെ യഹോവയായ ദൈവമാണ് നമ്മുടെ ക്രിസ്തു. അവന് തീരെ ഭയമില്ല. യേശു തൻ്റെ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി ശത്രുപാളയത്തിൽ അങ്ങോട്ട് കടന്നില്ലാണ്. യഹൂദന്മാർ വന്നു, യേശുവിനെ പിടിച്ചു, ക്രൂശിച്ചു. വളരെ ക്രൂരമായി പീഡകൾ അനുഭവിച്ച് യേശു തൻ്റെ പ്രാണനെ പിതാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. യേശുവിനെ അടക്കി തൻ്റെ 3-ാം ദിവസം, മരിച്ചതിൻ്റെ 3-ാം ദിവസം യേശു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറിപ്പോയി. താൻ പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരുന്നു. താൻ കരേറി പോകുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് യേശു ഇപ്രകാരം പറഞ്ഞു. ആ ഭാഗം ഞാനൊന്ന് വായിച്ചോട്ടെ. മർക്കോസ് 16:15. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 15-ാം വാക്യം. അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം അറിയും. യേശു പറഞ്ഞത്, നിങ്ങൾ ലോകത്തിന്റെ അറ്റത്തോളം പോയി സുവിശേഷം അറിയിക്കണം. പ്രവൃത്തി 1:8 പറയുന്നു, നിങ്ങൾ ശക്തി ധരിച്ച ശേഷം പോകണം. നമ്മുടെ സൈന്യാധിപനായ യേശു ഒട്ടും പേടിയില്ലാത്ത ശത്രുക്കളെ തൻ്റെ മാളത്തിൽ ചെന്ന്, ഒരു സിംഹത്തെ അതിന്റെ മാളത്തിൽ ചെന്ന് എതിരിടുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് യേശു കാഴ്ചവെച്ചത്. യേശു ഭൂമിയിലേക്ക് വന്നു തന്നെ മാനവജാതിയെ, ആദാമ്യ വർഗത്തെ അടക്കി വെച്ച, അല്ലെങ്കിൽ വഞ്ചിച്ച് അവനെ മരണത്തിന് യോഗ്യനാക്കിയ, സ്വർഗത്തിൽ നിന്ന് തട്ടിയിട്ട ആ അവസ്ഥ തിരിച്ചു കൊടുക്കുവാനാണ് യേശു ഭൂമിയിലേക്ക് വന്നത്. യേശു ഭൂമിയിൽ വന്നു, തൻ്റെ ദൗത്യം നിർവഹിച്ചു. സാത്താന്യവർഗത്തിന്റെ മേൽ ജയഘോഷം കൊണ്ടാടി ശത്രുവിനെ പരസ്യകോലമാക്കി. മാനവജാതിക്ക് വിടുതലിന്റെ സന്ദേശം, വിടുതലിന്റെ ആ അവസ്ഥ, അല്ലെങ്കിൽ രക്ഷ നേടിക്കൊടുത്തു. ഈ രക്ഷയുടെ സന്ദേശം തൻ്റെ ശിഷ്യന്മാരോട് യേശു പറയാണ്, രക്ഷയുടെ സുവിശേഷം നിങ്ങൾ ലോകത്തൊക്കെയും പോയി അറിയിക്കണം. വെറുതെ പോയി അറിയിക്കാനല്ല, ആദ്യം നിങ്ങൾ കാത്തിരിക്കണം, രണ്ടാമത് ശക്തി പ്രാപിക്കണം, മൂന്നാമത് പോകണം, ഭൂമിയുടെ അറ്റത്തോളം പോകണം. അറ്റത്തോളം പോയാൽ പോരാ, അവിടെ തന്നെ നിൽക്കണം, അവിടുന്ന് ഓടിപ്പോകരുത്. ദൈവമക്കളെ, യേശു നമ്മളോട് തന്നിരിക്കുന്ന ദൗത്യം ഭൂലോകത്തൊക്കെയും സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. യേശുവിന് ഒട്ടും
നമ്മൾ അങ്ങോട്ട് ചെന്ന് സുവിശേഷം അറിയിക്കാനാണ് യേശു നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നത്. അത് വെറുതെ ഒരു കൽപ്പന പറഞ്ഞു എന്നൊരു വെറുതെ ഒരു എഴുതി വെച്ചതല്ല. പാലക്കാട് ഒരു കളക്ടറെ നിയമിച്ചു എന്ന് വിചാരിക്കുക. കളക്ടർക്ക് ഒരു കടലാസിന്റെ വെറും ഒരു പേപ്പറിൽ ഒരു ഓർഡറാണ് കൊടുക്കുന്നത്. പക്ഷെ കളക്ടർ അധികാരം ആ പേപ്പറിലല്ല. കളക്ടർ ഇവിടെ ഒരു വിഷയമുണ്ടായ ഒരാളെ വെടിവെക്കാൻ അല്ലെങ്കിൽ ഒരു ജനക്കൂട്ടത്തെ വെടിവെക്കാനുള്ള അധികാരമുണ്ട്. എന്നതുപോലെ കർത്താവ് നമ്മൾ തന്നിരിക്കുന്ന കൽപ്പന വെറും ഒരു പോകുക എന്നല്ല, അതിന് ഒരു കമാൻഡാണ്, ഒരു കമ്മീഷനാണ്, ഒരു ഉത്തരവാദിത്തമാണ്, ഒരു അധികാരമാണ്. ആ അധികാരം നിറവേറ്റാൻ നമ്മൾ പോകേണ്ടവരാണ്. 1962 ഇന്ത്യയും ചൈനയും തമ്മിൽ വലിയ യുദ്ധം ഉണ്ടായി. ഇന്ത്യ പരാജയപ്പെട്ടു എന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് ഭൂമി നമ്മുടെ നഷ്ടപ്പെട്ടു. 62 അതിന്റെ 50ാമത്തെ വർഷമായിരുന്നു 2012. അതിൽ പങ്കെടുത്ത ഒരു ജവാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ TV-യിൽ ഒരു പറയുന്നത് കേട്ടു. അദ്ദേഹത്തിന്റെ യൂണിറ്റ്, ഒരു കമ്പനി എന്ന് പറയും, കമ്പനി എന്ന് പറഞ്ഞാൽ അറൗണ്ട് ഒരു 100 പേരിൽ 105 പേര് ഉള്ള ഒരു യൂണിറ്റാണ് ഒരു കമ്പനി. 100 പേരടങ്ങുന്ന ഈ സൈന്യ വ്യൂഹം ചൈനീസ് ബോർഡറിലേക്ക് മാർച്ച് ചെയ്തു. അവിടെ അവർ യുദ്ധത്തിൽ പങ്കെടുത്തു. നിർഭാഗ്യവശാൽ അതിൽ 98 പേരും മരിച്ചുപോയി. 2 പേര് മാത്രം തിരിച്ചു വന്നുള്ളൂ. ഈ 2 പേര് വന്ന അതിലൊരാളുടെ അനുഭവമാണ് ഈ പറഞ്ഞത്. അവർ പറഞ്ഞൊരു വാക്ക് നിങ്ങൾ കേൾക്കണം. അവർ പറഞ്ഞത് എന്താണെന്നറിയോ? ഈ 98 പേരും നെഞ്ചത്ത് വെടിയേറ്റ് മരിച്ചവരാണ്. അവര് ആരും പുറത്ത് വെടികൊണ്ടവരല്ല, അവർ നെഞ്ചത്ത് വെടിവെച്ചവരാണ്. അവർ നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ധീരമായി പോരാടി നെഞ്ചത്ത് വെടിയേറ്റ് വാങ്ങി മരിച്ച ധീരജവാന്മാരാണ് അവർ. ആരും പുറകോട്ട് ഓടി വരുമ്പോൾ പുറകിൽ വെടികൊണ്ടവരല്ല. സ്തേഫാനോസിനെ നോക്കൂ. സ്തേഫാനോസ് ശക്തിയും കൃപയും നിറഞ്ഞവനായി ദൈവവചനം സംസാരിച്ചു. യേശു മശിഹയാണെന്നും വരുവാനുള്ള രക്ഷിതാവ് യേശുവാണെന്നും സ്ഥാപിച്ച് സംസാരിച്ചു. യഹൂദന്മാർക്ക് കലിയിളകി, അവൻ പല്ലുകടിച്ചു. പാളയത്തിന് യെരുശലേമിന് പുറത്ത് സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുകയാണ്. സ്തേഫാനോസ് തന്റെ മേത്ത് കല്ല് വന്ന് വീഴുമ്പോൾ സ്വർഗത്തിലേക്ക് നോക്കി. സ്തേഫാനോസിന്റെ മുഖം ദൈവമക്കളെ ഒരു ദൈവദൂതന്റെ മുഖം പോലെ ഇരുന്നു. സ്വർഗം തുറന്നതായി അദ്ദേഹം കാണുകയാണ്. സ്വർഗം തുറന്നതായിട്ട് സാധാരണ ബൈബിളിൽ വളരെ ചുരുക്കമായിട്ട് എഴുതിയിട്ടുള്ളൂ. യോഹന്നാൻ സ്വർഗം തുറന്നിരിക്കുന്നത് കണ്ടു. സ്തേഫാനോസ് സ്വർഗം തുറന്നിരിക്കുന്നത് കണ്ടു. ഹല്ലേലൂയ. സ്വർഗം തുറക്കും നിനക്ക് വേണ്ടി. നീ കഷ്ടമനുഭവിക്കുമ്പോൾ നിന്റെ യേശു വെറുതെ ഇരിക്കുന്നവനല്ല, അവൻ പിതാവിന്റെ വലതുഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുന്നവനാണ്. ഹല്ലേലൂയ. പിതാവിന്റെ വലതുഭാഗത്ത് നീ കഷ്ടമനുഭവിക്കുമ്പോൾ നിന്റെ യേശു എഴുന്നേറ്റ് നിൽക്കും. സ്വർഗത്തിൽ വലിയൊരു സംഭവം നടക്കുകയാണ്. ദൈവമക്കളെ, അവിടെ വലിയൊരു സംഭവം നടക്കുകയാണ്. യേശു എഴുന്നേറ്റ് നിൽക്കുന്നു. ഈ യോഗത്തിലേക്ക് ഒരു വ്യക്തി കടന്നു വരുന്നു എന്ന് വിചാരിക്കുക. നമ്മുടെ അധ്യക്ഷൻ അദ്ദേഹത്തെ എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കണമെങ്കിൽ അദ്ദേഹം എത്ര വലിയ ആളായിരിക്കും. സ്വർഗത്തിൽ വലിയ സംഭവം. യേശു വലതുഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ, യേശുവിന്റെ ശിഷ്യൻ അതാ കല്ലേറുകൊള്ളുന്നു. നീ കഷ്ടമനുഭവിക്കുമ്പോൾ യേശു നിനക്ക് വേണ്ടി പിതാവിന്റെ വലതുഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കും. ദൈവദാസൻ, ഹല്ലേലൂയ. നോക്കൂ, സ്വർഗത്തിൽ വലിയൊരു ഗാർഡ് ഓഫ് ഓണർ കൊടുക്കാൻ വേണ്ടി മീഖായേൽ തന്റെ സൈന്യത്തെ മുഴുവൻ അണിനിരത്തുകയാണ്. ഗബ്രിയേൽ ദൂതൻ എല്ലാവർക്കും വിവരങ്ങൾ കൊടുക്കുക, ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ടിരിക്കുക. സ്വർഗത്തിൽ വലിയൊരു സംഭവം, വലിയ ഗാർഡ് ഓഫ് ഓണർ. നീ സ്വർഗത്തിൽ കയറി ചെല്ലുമ്പോൾ നീ ദൈവത്തിന് വേണ്ടി കഷ്ടം അനുഭവിച്ചെങ്കിൽ നിന്നെ സ്വീകരിപ്പാൻ, നിന്നെ മാനിപ്പാൻ നിന്റെ സ്വർഗം നിനക്ക് വേണ്ടി തുറക്കുന്ന സ്വർഗമാണ്. ഹല്ലേലൂയ. യെരുശലേം തെരുവിലേക്ക് നോക്കൂ. അവിടെ യേശു പച്ചമരക്കുരിശ് ഏന്തിയവനായി എഴുന്നേൽപ്പാൻ കഴിയാതെ അത് വീണ് കിടക്കുകയാണ്. ഹല്ലേലൂയ. യേശുവിന് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. തന്റെ തലയിൽ വെച്ചിരിക്കുന്ന മുൾക്കിരീടം ആഞ്ഞടിച്ചിട്ട് രക്തം ധാരധാരായി ഒഴുകുന്നു. മുഖമാകെ രക്തമാണ്. തന്റെ മുഖത്ത് തുപ്പിയ തുപ്പൽ ഉണങ്ങി പിടിച്ചിരിക്കുകയാണ്. തന്റെ ദേഹമാസ രക്തം വാർന്നു പോയിരിക്കുന്നു. തന്റെ പുറം അടിച്ച് ഉഴവുചാൽ പോലെ കീറിയിരിക്കുന്നു. തനിക്ക് എഴുന്നേൽപ്പാൻ കഴിയുന്നില്ല. യേശു വീണ് കിടക്കുകയാണ്. വെച്ച് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ കഴിയുന്നില്ല. ചുറ്റും ആളുകളുണ്ട്, പലരും കാണാനുണ്ട്. തന്നെ കണ്ടവരുണ്ട്, തന്റെ കൂടെ നടന്നവരുണ്ട്, തന്റെ ശിഷ്യന്മാരുണ്ട്. എന്തിനധികം അരിമത്യയിലെ മന്ത്രിയായ യോസേഫ് പോലും അവിടെ ഉണ്ട്. യേശു ദയനീയമായി ഇവരെയൊക്കെ നോക്കുന്നു. സഹോദരങ്ങളെ, യേശുവിന്റെ ഉദ്ദേശം ഇതായിരിക്കും, നിങ്ങൾ ആരെങ്കിലും എന്നെ ഒന്ന് സഹായിച്ചാൽ എനിക്ക് ആ കാൽവറി വരെ ഒന്നെത്തി എനിക്ക് യാഗമായി തീരാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ അതിന് മുമ്പേ മരിച്ചു പോകും. ദയനീയമായി നോക്കുന്നു. ആരും സഹായിപ്പാൻ വരുന്നില്ല. നോക്കൂ, അതാ ആ കൂട്ടത്തിൽ
വയലിൽ നിന്ന് വരുന്ന ശിമോൻ, ആ കറുത്തവർഗനായ ശിലോൻ, യേശുവിൻ്റെ കണ്ണും ശിമോന്റെ കണ്ണുകളും തമ്മിൽ അത് ഉടക്കി. ശിമോന് കാര്യം മനസ്സിലായി, യേശുവിനെ സഹായിക്കണം, യേശുവിൻ്റെ ക്രൂശ് ഒന്ന് ചുമക്കണം. മെല്ലെ മെല്ലെ ആ ശിമോൻ അടിവെച്ച് വന്നു. ആ ക്രൂസിന്റെ അറ്റം ഒന്ന് പൊക്കി. യേശു വെച്ച് എഴുന്നേറ്റു. യേശു നടക്കുകയാണ്. അതാ മുമ്പോട്ട് പോകുന്നു. ശിമോൻ പിന്നാലെ അതാ ക്രൂശുമേന്തി ക്രൂസിന്റെ അറ്റം പിടിച്ചുകൊണ്ട് അതാ മുമ്പോട്ട് പോകുന്നു. സഹോദര, നിന്റെ വീടിന്റെ മുറ്റത്ത് അല്ല, നിന്റെ പട്ടണത്തിൽ, നിന്റെ ഗ്രാമത്തിൽ അല്ല, നിന്റെ ഹോളിന്റെ മുമ്പിൽ, നിന്റെ സഭയുടെ മുമ്പിൽ യേശു വീണ് കിടക്കുന്നത് നീ കാണുന്നില്ലേ? നീ സഹായിക്കുമോ? നീ എഴുന്നേൽക്കുക, യേശുവിനെ സഹായിക്കുമോ? നീ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചില്ലേ? നിന്നെ ദൈവം ശക്തീകരിച്ചില്ലേ? യേശുവിന് വേണ്ടി പോകും. വയലുകളതാ കൊയ്ത്തിന് വേണ്ടി വിളഞ്ഞു കിടക്കുന്നു. വടക്കേ മലബാറിൽ വിവിധ ഭാഗങ്ങളിൽ അല്ല, നിന്റെ ഗ്രാമത്തിൽ അല്ലെങ്കിൽ വടക്കേ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ ആര് പോകും? അവിടെ യേശു വീണ് കിടക്കുകയാണ്. യേശുവിന്റെ ക്രൂശൊന്ന് താങ്ങുവാൻ യേശു നിങ്ങളെ അന്വേഷിക്കുന്നു. ആര് പോകും? സഹോദരന്മാരെ, വരും, നമുക്ക് പോകാം, നമുക്ക് എഴുന്നേൽക്കാം. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. നമുക്ക് എഴുന്നേൽക്കാം, നമുക്ക് പോകാം. ഈ വചനങ്ങൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എനിക്ക് അവസരം ഉത്തരവാദിത്തപ്പെട്ട എല്ലാവരും നന്ദി പറഞ്ഞുകൊണ്ട് വളരെ വിനീതനായ എൻ്റെ അധ്യാപകർ ഉപകരിക്കുന്നു. തുടർന്ന് ജോസ് ആന്റണി. ഈ അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലം ഗ്രാജുവേഷനോടനുബന്ധിച്ച് നമുക്കിവിടെ കൂടി വരുവാൻ ദൈവം തന്ന നല്ല സമയത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. എൻ്റെ യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ജോസ് വർഗീസ് സാറ്, അതുപോലെ തന്നെ ഈ സ്കൂളിൻ്റെ ഡയറക്ടറായിരിക്കുന്ന ജോർജ് സാറ്, ഈ സ്കൂളിൻ്റെ ചുമതലകൾ വഹിക്കുന്ന കർത്താനദാസൻ ജോയ് സർ, അതുപോലെ തന്നെ മറ്റ് ശ്രേഷ്ഠരായ ദേവദാസന്മാർ, ഞങ്ങളെ പഠിപ്പിച്ച അധ്യാപകർ, ഇവിടെ കൂടി വന്നിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ 3 വർഷക്കാലം ഈ ശാലേം ബൈസ്കൂളിൽ നിന്ന് വചനം പഠിക്കുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്തു. ഞങ്ങളുടെ ഈ പഠനം ഏറ്റവും വലിയ അനുഗ്രഹമായിരുന്നു. ഞങ്ങളുടെ ഈ പഠനം, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല ബൈസ്കൂളിൽ വന്ന് പഠിക്കുവാൻ ദൈവം കൃപ ചെയ്തു. അത് ഞങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിന് വളരെ അനുഗ്രഹമായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അധ്യാപകൻ ഞങ്ങളോട് ഇങ്ങനെ പറയുവാനിടയായി, ഈ സ്കൂളിൽ പഠിക്കുന്നത് നിങ്ങളെ ഭാഗ്യമാണെന്ന്. അപ്പോൾ എന്താണ് ആ ഭാഗ്യം? അപ്പോൾ ആ അധ്യാപകൻ പല സ്കൂളുകളിലും ഇതുപോലെ വചനം പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. പക്ഷേ ഈ സ്കൂളിൽ വന്ന് പഠിക്കുന്നത് ഏറ്റവും അനുഗ്രഹമാണ്, അല്ലെങ്കിൽ ഭാഗ്യമാണെന്ന് അദ്ദേഹം പറയുവാനിടയായി. അതും കേരളത്തിലുള്ള സ്കൂളുകളിൽ, ഒരുവിധപ്പെട്ട സ്കൂളുകളിൽ വെച്ച് മെച്ചമായ ഈ സ്കൂളാണെന്നാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. എന്നാൽ ഈ സ്കൂളിൽ വന്ന് പഠിക്കുവാൻ ദൈവം കൃപ ചെയ്തു. അത് ഞങ്ങളുടെ ഒരു ഭാഗ്യം തന്നെയാണ്. എന്നാൽ ഇന്നത്തെ ചിന്തയ്ക്കായി നാം ഗ്രാജുവേഷൻ തീം കിടക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 26:46 എഴുന്നേൽപ്പിൻ നാം പോക എന്ന വിഷയമാണ്. അതാ ക്രിസ്തുവിനോട് ഏറ്റവും അടുത്ത് നിന്ന, അല്ലെങ്കിൽ അടുത്തായിരുന്ന 3 ശിഷ്യന്മാരോട് പറഞ്ഞ യേശു ഗത്സമനെ തോട്ടത്തിൽ വെച്ച് പറഞ്ഞ ഒരു വിഷയമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എഴുന്നേൽപ്പിൻ നാം പോക എന്നുള്ളത്. പുതിയ നിയമത്തിൽ ആദ്യമായി കാണുന്നത് ദൈവത്തിന്റെ ദൂതൻ യോസേഫിനോട് പറയുന്നു, നീ എഴുന്നേറ്റ് ശിശുവിനെയും എടുത്തുകൊണ്ട് മിസ്രൈമിലേക്ക് പോക. മിസ്രൈമിലേക്ക്, അല്ലെങ്കിൽ ദൈവത്തെ ജാതികളായിരിക്കുന്ന, ജാതികൾ താമസിക്കുന്നതായ ആ മിസ്രൈമിലേക്ക് പോകുവാനാണ് പറഞ്ഞത്. എന്നാൽ ഇതിൽ വലിയൊരു ജോലിയാണ്, അല്ലെങ്കിൽ ഇതിൽ വലിയൊരു കാര്യമാണ്. എന്താണ്? ലോകം മുഴുവനും ക്രിസ്തുവിനെ കൊണ്ടുപോയി നാം പരസ്യപ്പെടുത്തേണ്ടത് നമ്മുടെ ഒരു ദൗത്യമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ജോലിയാണ്. ലോകത്തിൽ അനേക ജനങ്ങൾ പാപത്തിന്റെ ബന്ധനത്തിൽ കിടക്കുമ്പോൾ, അതുപോലെ തന്നെ മദ്യത്തിനും മയക്കുമരുന്നിനും അന്ധവിശ്വാസത്തിനും മതത്തിൻ്റെതായ കെട്ടുകളിൽ കഴിയുന്ന അനേക ജനങ്ങൾ ഉള്ളപ്പോൾ, അവരുടെ മധ്യയാണ് നമ്മോട് പോകുവാൻ പറയുന്നത്. എഴുന്നേൽപ്പിൻ നാം പോക. ക്രിസ്തുവിനെ കൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ പരസ്യപ്പെടുത്തേണ്ടത് നമുക്ക് ദൈവം കർത്താവ് നൽകിയിരിക്കുന്ന വലിയൊരു ദൗത്യമാണ്. നാം അതാണ് ചെയ്തെടുക്കേണ്ടത്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ലോകമൊക്കെയും പോയി സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിപ്പിൻ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ലോകത്തിലെമ്പാടും പോയി സകല സൃഷ്ടികളോടും ദൈവത്തിന്റെ വചനം,
ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചന സുവിശേഷം ലോകമെമ്പാടും നാം പോയി അറിയിക്കേണ്ടത് നമ്മുടെ ഒരു ദൗത്യമാണ്. കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയൊരു കാര്യമാണ്. നാം വായിച്ച വാക്യത്തിലേക്ക് വീണ്ടും കടന്നു വരാം. നാം എഴുന്നേറ്റ് പോക, എഴുന്നേൽപ്പിൻ നാം പോക എന്ന വിഷയമാണ്. ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ നാം എങ്ങോട്ടാണ് പോകേണ്ടത്? കഷ്ടാനുഭവമാണ്. ഒരിക്കലും കർത്താവ് പറഞ്ഞിട്ടില്ല ഇത് കഷ്ടതയില്ലാത്ത ഒരു ജീവിതമാണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. യേശു പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പൊ ലോകത്തെ ജയിച്ചവനായ ആ കർത്താവിന് വേണ്ടിയാണ് നാം പോകുന്നത്. അത് കഷ്ടാനുഭവമാണ്, കഷ്ടത്തിലൂടെയാണ് നാം പോകുന്നത്. എന്നാൽ അനേകർക്കിന്ന് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു വിഷയമാണ് ഈ കഷ്ടത എന്നുള്ളത്. അനേകർക്കും പട്ടുമെത്തയാണ് താല്പര്യം. എത്രത്തോളം നല്ല രീതിയിൽ ജീവിക്കാമോ, എത്രത്തോളം ആഡംബരമായി ജീവിക്കാമോ എന്നാണ് അനേകരുടെ താല്പര്യം. എന്നാൽ ക്രിസ്തു ഒരിക്കലും പറഞ്ഞിട്ടില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഇത് മാത്രമാണ് എന്ന്. കർത്താവ് പറഞ്ഞത് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പോകേണ്ടത് എങ്ങോട്ടാണ്? ഈ കഷ്ടതയിലേക്ക് തന്നെയാണ് നാം പോകേണ്ടത്. ഒരിക്കലും കഷ്ടതയില്ലാത്ത ഒരു ക്രിസ്തീയ ജീവിതം നമുക്കില്ല. ഹല്ലേലൂയ, സ്തോത്രം. നാം ആരെയാണ് ചൂണ്ടിക്കാണിക്കേണ്ടത്? കഷ്ടം സഹിച്ചവനായ കർത്താവിനെയാണ് നാം ചൂണ്ടിക്കാണിക്കേണ്ടത്. ലോകത്തിന്റെ മുമ്പിൽ പരിചയപ്പെടുത്തേണ്ടത് കർത്താവിനെയാണ് നാം പരിചയപ്പെടുത്തേണ്ടത്. നമുക്ക് മറ്റൊന്നുമല്ല പരിചയപ്പെടുത്തുന്നത്. എന്നാൽ ലോകത്തിലെമ്പാടും അനുഗ്രഹത്തിൻ്റെതായ സന്ദേശം മാത്രമാണ് നാം കേൾക്കുന്നത്. എവിടെ പോയാലും അതിന്റെ പിന്നാലെ പോകുവാൻ അനേക ജനങ്ങളുണ്ട്. അവിടെ പ്രത്യേകിച്ചും ഒരു നിബന്ധനകളൊന്നുമില്ല. അനുഗ്രഹത്തിന്റെ കാര്യം മാത്രമേ അവിടെ പറയുവാനുള്ളൂ. അവിടേക്ക് പോകുവാൻ അനേകരുണ്ട്. എന്നാൽ കർത്താവ് പറഞ്ഞത് അങ്ങനെയല്ല. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ ഈ കഷ്ടതയുടെ അനുഭവത്തിലേക്ക് എഴുന്നേൽക്കുവാൻ എത്ര പേർക്ക് തയ്യാറാകുവാൻ സാധിക്കും? ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ഒരു വ്യക്തി കടൽക്കരയിലേക്ക് പോയപ്പോൾ നോക്കിയപ്പോൾ ചിലരൊക്കെ ആണെങ്കിലും വെള്ളത്തിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, ചിലരൊക്കെ കരയിലുണ്ട്. പക്ഷെ ഈ വ്യക്തിക്ക് കടലിലൂടെ ഇറങ്ങി ഒന്ന് നടക്കണമെന്നൊരു മോഹമുണ്ടായി. പക്ഷേ അദ്ദേഹം നോക്കിയപ്പോൾ തിരമാലകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. തിരമാലകൾ വന്നുകൊണ്ടിരുന്നപ്പോൾ ഇദ്ദേഹത്തിന് ഒരു ചെറിയ ഭയം. അപ്പോൾ മാറി അങ്ങോട്ട് ഇരിക്കാം, കുറച്ചു നേരം കഴിയട്ടെ, ഈ തിരമാലയൊന്ന് അടങ്ങിയിട്ട് വേണം എനിക്ക് ഈ കടലിലോട്ടൊന്ന് ഇറങ്ങുവാൻ. ഇതുപോലെയാണ് പലരുടെയും ജീവിതം. ഹല്ലേലൂയ, സ്തോത്രം. കഷ്ടത കാണുമ്പോൾ രോഗം, നിന്ന, അതുപോലെ തന്നെ പട്ടിണി, രോഗം, മറ്റ് സുവിശേഷ വിരോധികളാലുള്ള പ്രത്യേകത അല്ലെങ്കിൽ മറ്റ് വേദനപ്പെടുത്തുന്ന അനുഭവങ്ങൾ കാണുമ്പോൾ പലരും ചിന്തിക്കും, എന്തിന് ഇപ്പൊ ഇറങ്ങുന്നു? ഹല്ലേലൂയ, ഇറങ്ങുവാനായി, കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങുവാനായി, സുവിശേഷം പറയുവാൻ ഇറങ്ങുവാനായി വളരെ പ്രയാസമാകുന്നു, വളരെ വേദന ഉണ്ടാകുന്നു. എന്നാൽ എത്ര പേർക്ക് പറയുവാൻ കഴിയും, ഞാൻ ഈ ലോകമാകുന്ന കടലിൽ എത്ര വലിയ തിരമാലകൾ കടന്നു വന്നാലും, എത്രമാത്രം പ്രതികൂലങ്ങൾ കടന്നു വന്നാലും ഞാൻ യേശുവിന് വേണ്ടി ഇറങ്ങും, ഞാൻ യേശുവിന് വേണ്ടി എഴുന്നേൽക്കും, ഞാൻ യേശുവിന് വേണ്ടി പോകും എന്ന് പറയുവാൻ തയ്യാർ എത്ര പേരാകും? ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ എന്തുകൊണ്ടാണ് പലർക്കും എഴുന്നേൽക്കുവാൻ കഴിയാത്തത്? ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിന്റെ വേലയ്ക്ക് വിളിയുണ്ട്, കർത്താവിന് ആരാധന കടന്നു പോകുന്നുണ്ട്. പലപ്പോഴും പല തിരുവചനത്തിലൂടെയും മറ്റു പലരിലൂടെയും കർത്താവിന്റെ വേലയ്ക്ക് വിളിയുണ്ട്. എങ്കിലും എഴുന്നേൽക്കുവാൻ പലർക്കും സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പലർ ഉറക്കത്തിന്റെ അവസ്ഥയിലാണ്, മയക്കത്തിന്റെ അവസ്ഥയിലാണ്, ആലസ്യത്തിന്റെ അവസ്ഥയിലാണ്. തന്നെ ക്രിസ്തു നമ്മെ രക്ഷിച്ച ആ വലിയ രക്ഷയെ നാം ഗണ്യമാക്കുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. പലർക്കും അത് മറന്നു പോകുന്നു. താൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഇനി ആര് രക്ഷയിലേക്ക് വന്നാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് പലരും പോകുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയമുള്ളവരെ, അങ്ങനെയല്ല നാം ചെയ്യേണ്ടത്. പിന്നെയോ നാം കർത്താവിന് വേണ്ടി എഴുന്നേൽക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഉറക്കത്തിന്റെ അവസ്ഥയിൽ നിന്ന് നാം എഴുന്നേൽക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ, സ്തോത്രം. എഫേസ്യ ലേഖനം 5:14 പറയുന്നു, ഉറങ്ങുന്നവരെ ഉണർന്നു മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിൻ. ഹല്ലേലൂയ, സ്തോത്രം. മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കണം. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ അനേക ജനങ്ങൾ ഇന്ന് നിത്യനാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടങ്കയും വലങ്കയും അറിയാത്ത അനേക ജനങ്ങൾ തീയിലേക്ക് കടന്നു പോകുമ്പോൾ, നിത്യനാശത്തിലേക്ക് കടന്നു പോകുമ്പോൾ, പ്രിയപ്പെട്ട ജനമേ, ഉറക്കത്തിന്റെ അവസ്ഥയിലായിരിക്കുന്നത് എന്ത്? ഉണർന്ന് പ്രവർത്തിക്കുവാനുള്ള സമയമാണിത്. നാം ഒരിക്കലും ഇത് മറന്നു പോകരുത്. കർത്താവിന് വേണ്ടി എഴുന്നേൽക്കേണ്ട സമയമായിരിക്കുന്നു. നാം ഒരിക്കലും ഉറക്കത്തിന്റെ അവസ്ഥയിലായിരിക്കരുത്, മയക്കത്തിലായിരിക്കരുത്, ആലസ്യത്തിലായിരിക്കരുത്. കർത്താവിന് വേണ്ടി നാം എഴുന്നേൽക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെ തന്നെ ഉറങ്ങുന്നവൻ ഉണരേണ്ടത് ആവശ്യമാണ്.
ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെ തന്നെ ഉണർന്നവൻ എഴുന്നേറ്റ് പ്രവർത്തിക്കണം. ഉണർന്നവനാണ് എഴുന്നേറ്റ് പ്രവർത്തിക്കേണ്ടത്. എഴുന്നേറ്റവൻ പ്രകാശിക്കണം. പ്രകാശിച്ചവൻ വേണം പോകുവാൻ. ഹല്ലേലൂയ, സ്തോത്രം. അതേ, ഉറക്കത്തിന്റെ അവസ്ഥയിൽ നാം എഴുന്നേൽക്കേണ്ട സമയമായിരിക്കുന്നു. നാം എന്നും മയക്കത്തിന്റെ അവസ്ഥയിൽ, ഉറക്കത്തിന്റെ അവസ്ഥയിലായിരിക്കരുത്. പക്ഷെ നാം ഇങ്ങോട്ടാണ് പോകേണ്ടത്. ഹല്ലേലൂയ, സ്തോത്രം. തിരുവചനം പറയുന്നു, യെരൂശലേമിലും യഹൂദിയയിലും സമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം പോകുവിൻ. കർത്താവിന്റെ സുവിശേഷവുമായി ഭൂമിയുടെ അറ്റത്തോളം നാം പോകേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആ കർത്താവിന്റെ വചനം എപ്പോഴും നമ്മെ ഓർപ്പിക്കുന്നത് ഭൂമിയുടെ അറ്റത്തോളം സകല സൃഷ്ടികളോടും പാപത്തിന്റെ ബന്ധനത്തിൽ നിത്യനാശത്തിലേക്ക് പോകുന്ന അനേക ജനങ്ങളുടെ മധ്യേ പോയി കർത്താവിന്റെ സുവിശേഷവുമായി നാം പോയി കർത്താവിന് വേണ്ടി എഴുന്നേൽക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. എത്ര പേർക്ക് പറയുവാൻ സാധിക്കും, ഞാൻ എഴുന്നേൽക്കും, എന്റെ കർത്താവിന് വേണ്ടി ഞാൻ പോകും എന്ന് പറയുവാൻ ആർക്ക് സാധിക്കും? ഹല്ലേലൂയ, സ്തോത്രം. അതെ, നമുക്ക് എഴുന്നേൽക്കാം, നമുക്ക് പോകാം. 6 ലക്ഷത്തിൽ പരം ഗ്രാമങ്ങളിലേക്ക്, 249 രാജ്യങ്ങളിലേക്ക് കർത്താവിന്റെ സുവിശേഷവുമായി പോകാം. നമുക്ക് എഴുന്നേൽക്കാം, കർത്താവിന് വേണ്ടി പോകാം. ദൈവം നമ്മെ ഓരോരുത്തരെ ശക്തീകരിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മെ ഏവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. നടക്കുന്ന ഈ ഗ്രാജുവേഷൻ സർവീസിൽ നിങ്ങളുടെ മധ്യേ ദൈവവചനവുമായിട്ട് നിൽക്കുവാൻ അധ്യാപക പ്രതിനിധിയായി എനിക്ക് ലഭിച്ച ഈ സന്ദർഭത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അധ്യക്ഷനും വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ശ്രേഷ്ഠന്മാരായ കർത്തൃദാസന്മാർ, വിശേഷാൽ ഇന്ന് ഗ്രാജുവേറ്റ് ചെയ്യുന്ന പ്രിയ സഹോദരങ്ങൾ, കൂടാതെ ഈ സദസ്സിൽ വളരെ ബഹുമാന്യരായ അനവധി കർത്തൃദാസന്മാർ, അവരുടെ കുടുംബങ്ങളുണ്ട്. അവരെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക സന്ദേശം നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 45-46 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്ന ഒരു കാര്യം, യേശു കർത്താവ് പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാൻ തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് ഗതസമനയിൽ പിതാവിനോട് മാനവരാശിയുടെ പാപത്തിൻ്റെ പരിഹാരാർത്ഥം യേശു കർത്താവ് 3 പ്രാവശ്യം കല്ലേറ് ദൂരം പോയി കവിണ് വീണ് പിതാവിനോട് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയുണ്ടായി, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. പക്ഷേ യേശു ഏറ്റെടുത്തിരിക്കുന്ന ആ വലിയ ദൗത്യത്തിൻ്റെ വ്യാപ്തിയും ആഴവും പരപ്പും ഒന്നും ഗ്രഹിക്കാതെ നമ്മളെപ്പോലെ തന്നെ ഈ ബഹുമാന്യ ശിഷ്യന്മാർ നന്നായി കിടന്നുറങ്ങി. അവരുറങ്ങുന്നതും അവരുടെ കൃത്യവിലോപവും മനസ്സിലാക്കിയ ശേഷം യേശു കർത്താവ് അടുക്കൽ വന്ന് അവരോട് പറയുന്നതാണ് നാം വായിച്ചത്, എഴുന്നേൽപ്പീൻ, നാം പോകാം. അതിനു മുമ്പൊരു വാക്യം കൂടെ താൻ കൂട്ടിച്ചേർത്തു, ഇനി ഉറങ്ങി ആശ്വസിച്ചു കൊള്ളുവീൻ, മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ത്യ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഞാൻ കേട്ടിട്ടുള്ളത്, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ അടുക്കൽ ഇന്ത്യയിലെ വർഗീയ ശക്തികൾ അടുത്തുകൂടി അദ്ദേഹത്തോട് പറഞ്ഞു, ബ്രിട്ടീഷുകാരെ മാത്രം ഇവിടുന്ന് ഓടിച്ചാൽ പോരാ, ബ്രിട്ടീഷ് ആധിപത്യ നിമിത്തം ഇന്ത്യയിൽ കാലുറപ്പിച്ചിരിക്കുന്ന ക്രിസ്ത്യാനിറ്റിയെ കൂടെ ഇവിടെ നിന്ന് തുരത്താനുള്ളതായിരിക്കുന്ന മാർഗം നമ്മൾ അടുത്ത് ചിന്തിക്കണം എന്ന് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തന്നെ സമീപിച്ച ആളുകളോട് ഇങ്ങനെ പറഞ്ഞു എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്, സിംഹം കാട്ടിൽ ഉറങ്ങുകയാണ്, അതിനെ ഉണർത്തരുത്. ക്രിസ്ത്യാനിറ്റി ഉറങ്ങുന്ന സിംഹമാണ്, അതിനെ ഉണർത്തരുത്, അപകടകരമാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഞാൻ ഓർക്കുകയാണ്,
യേശു കർത്താവിന്റെ കാലം തൊട്ട് ഇങ്ങോട്ട് എപ്പോഴും വലിയ ദൗത്യത്തിന്റെ വക്താക്കളാണ് നാം എന്ന് പറയുമ്പോഴും എല്ലാ കാലവും എവിടെയും ക്രിസ്ത്യാനിറ്റി ഉറങ്ങുകയാണോ? വിശുദ്ധ വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ മാത്രം ഏതാണ്ട് 100-ൽ പരം പ്രാവശ്യം എഴുന്നേൽപ്പിൻ എന്നുള്ള ആഹ്വാനമുണ്ട്. പോകുന്ന കാര്യത്തിൽ, ഉണർന്ന് പ്രവർത്തിക്കുന്ന കാര്യത്തിൽ ക്രിസ്തീയ സമൂഹത്തിന് വേണ്ടവണ്ണമുള്ളതായിരിക്കുന്ന ഒരു ഉണരുവാനുള്ള ആഹ്വാനം ധാരാളം കേൾക്കുന്നുണ്ടെങ്കിലും അത് ഏറ്റെടുക്കുവാൻ നാം എത്രമാത്രം വിമുഖരാണ് എന്ന കാര്യം നാം ഓർക്കേണ്ടതുണ്ട്. ഞങ്ങൾ പാടിയിട്ടുള്ളൊരു പാട്ട് ഞാനിങ്ങനെ ഓർക്കുന്നുണ്ട്. പഴയൊരു പാട്ടാണ്. ഉണരുവിൻ, എഴുന്നേൽപ്പിൻ, വിടുതലെ ഘോഷിപ്പിൻ, അന്യോന്യം നോക്കിടാതെ ആത്മാവെ നേടിടാം മൗനമായിരിക്കാതെ. നാം മൗനമായിരിക്കാതെ ഇനി ശാന്തരായി ഉറങ്ങാതെ, ഇതു ചിന്തിപ്പാൻ കാലം, പ്രവർത്തിപ്പാൻ നേരം, മൗനമായിരിക്കാതെ. നാം ഇപ്പോൾ മൗനരായി നിർവിചാരികളായാൽ തിടണം. നശിക്കുമാ രക്തത്തെ നമ്മോട് ചോദിക്കും മൗനമായിരിക്കാതെ. മൗനമായിരിക്കാതെ നീ ശാന്തനായി ഉറങ്ങാതെ, ഇതു ചിന്തിപ്പാൻ കാലം, പ്രവർത്തിപ്പാൻ നേരം, മൗനമായിരിക്കാതെ. ഈ വാക്യത്തിന്റെ ആഹ്വാനം, ഉണരുക, ഉറക്കത്തിൽ നിന്നുണരുക. എന്തൊക്കെയോ സാധിച്ചു കഴിഞ്ഞു എന്നുള്ളതായിരിക്കുന്ന ചിന്തയോടെ ഞാനും നാം ഓരോരുത്തരും ഉൾപ്പെട്ടു നിൽക്കുന്ന സമൂഹവും, പ്രിയപ്പെട്ടവരെ, നാം ഒരു ആലസ്യത്തിലേക്ക് നീങ്ങിയിരിക്കുന്ന ഒരു കാലഘട്ടം, വളരെ അധികമായി നീങ്ങിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. 15 കൊല്ലം മുമ്പ്, 30 കൊല്ലം മുമ്പ് പോയതുപോലെ അത്ര ആയാസേന ഇപ്പൊ പോകാൻ ഒക്കുകയെന്നുള്ള കാര്യം അനുഭവത്തിൽ എന്ന് പറയുക. പോയോനൊക്കെ കിട്ടിയിട്ടുണ്ട് തല്ലുകൊണ്ടൊരു ഉപദേശം ഇപ്പോഴും ഇരിക്കുന്നു. പോയി ട്രാക്ട് കൊടുക്കാൻ നല്ലപോലെ തല്ല് കിട്ടി. ഒരുത്തന്റെ നട്ടല് ചവിട്ടി അവർ ഓടിച്ചു. കോട്ടയ്ക്കൽ ആരോഗ്യശാല കിടക്കുക. ഇത് ഞാൻ പറയുന്നത് ഇനി നിങ്ങളാരും പോകണ്ട എന്ന് പറയാൻ വേണ്ടിയല്ല. എന്ന് വെച്ചാൽ നാം ഉറങ്ങി 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 നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് കർത്താവ് പറഞ്ഞ വാക്ക് വളരെ അന്വർത്ഥമാണ്. ഇതാ മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാൻ പോകുന്നു. നമ്മൾ ഈ സങ്കീർത്തനം കൂടുതൽ വായിക്കുന്നത് കൊണ്ട് ധാരാളം പിന്മാറ്റം ക്രിസ്ത്യാനിറ്റിക്ക് വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനത്തില് നമ്മൾ സങ്കീർത്തനം കൂടുതൽ വായിക്കുമ്പം സങ്കീർത്തനക്കാരനോട് ചേർന്നാണല്ലോ എല്ലാം പറയുന്നത്. പൗലോസിനോട് ചേരാൻ എത്ര വിശ്വാസികളുണ്ട്. എല്ലാ ആഴ്ചയിലും സങ്കീർത്തനക്കാരനോട് ചേർന്ന് നിന്ന് എന്താ പറയുന്നറിയാമോ? ഞാനോ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ. 365 ദിവസവും ഈ വാക്യവാ. ഞാനോ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങി, അതുകൊണ്ട് ഞാൻ എന്നും സൂര്യൻ ഉദിക്കും. സന്ധ്യ ഉഷസായി 1-ാം ദിവസം ഇന്നുറങ്ങി ഉണർന്നു, നാളെ ഉറങ്ങി ഉണരാം. ഇങ്ങനെ ഉറങ്ങി കാലം തീർക്കാം എന്ന് കരുതുന്ന ഒരു ക്രിസ്തീയ സമൂഹത്തിൽ എന്റെ പ്രസംഗം നിങ്ങളിൽ ചിലർക്ക് ഇഷ്ടപ്പെടുന്നില്ലായിരിക്കും. 2 സ്ഥലങ്ങളിൽ പഠിക്കുന്നവർ അവരെ പ്രതിനിധികളായി ഇവിടെ വന്ന് ദൈവവചനം പ്രസംഗിക്കുവാനൊക്കെ ഇവിടെയായി തീർന്നു. പോകുവാനുള്ള ആഹ്വാനം അവരും നൽകുകയുണ്ടായി. ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഈ ബൈബിൾ സ്കൂളിന്റെ ആരംഭ കാലഘട്ടം മുതൽ ഞാനിവിടെ ദൈവവചനം പഠിപ്പിക്കുന്നുണ്ട്. ക്ലാസ്സുകളിലെല്ലാം ഉടനീളം പോകുന്നതിനെ കുറിച്ചാണ് ഞാൻ സാധാരണ പറയാറ്. കാരണം എന്നാന്ന് ചോദിച്ചാൽ എല്ലാ നമ്മുടെ യോഗങ്ങളിലും നോട്ടീസിന്റെ അടിവിൽ നമ്മൾ എഴുതുന്നത് വരുവീൻ. വന്ന് എന്ത് ചെയ്യണം? അതിന് വലിയ മുട്ടം ഹോളുകളൊക്കെ തീർത്ത് നമ്മളിങ്ങനെ വാതിൽ മലർക്കെ തുറന്ന് ആളുകളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ആരെങ്കിലുമൊക്കെ വന്ന് കയറാൻ വേണ്ടി. കേൾക്കാം, നമുക്ക് പോയിക്കൊണ്ടേ ഇരിക്കാം. മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ അകപ്പെടുവാനുള്ള സമയം ഇങ്ങി ആസന്നമായി എന്ന് കരുതി പോകുന്ന പരിപാടി നിർത്തണ്ട. കർത്താവിന്റെ നാമത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ, സുവിശേഷം പ്രവർത്തിക്കുവാൻ നമുക്ക് പോകാമെന്ന യേശുവിന്റെ ആഹ്വാനം ഞാൻ ഇതിന്റെ കൂടെ മറ്റൊരു ഭാഗം കൂട്ടിച്ചേർക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം യേശുവിനോട് പറയുക, കർത്താവേ, ഗുരു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം. വാസ്തവത്തിൽ അവനെ നോക്കി അന്നേരം റിക്രൂട്ട് ചെയ്ത് ഏതെങ്കിലും ബൈബിൾ സ്കൂളിൽ ചേർത്ത് അവനെ വേലയ്ക്ക് വേണ്ടി പറഞ്ഞു വിടേണ്ടതാണ്. നല്ലൊരു വേലക്കാരനാ. പക്ഷേ അവനോട് യേശു കർത്താവ് പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവജാതിക്ക് കൂടുമുണ്ട്,
മനുഷ്യപുത്രനോ തലചായിപ്പാൻ സ്ഥലമില്ല. ശ്രദ്ധിക്കണേ, ഞാൻ എന്റെ വാക്കുകൂടെ അവസാനിപ്പിക്കുകയാണ്. രണ്ടർത്ഥമുണ്ട്, വാച്യാർത്ഥവും വ്യംഗ്യാർത്ഥവുമുണ്ട്. വാച്യാർത്ഥം, എടാ എനിക്ക് തലയായിച്ച് കിടന്നുറങ്ങാൻ സ്ഥലമൊന്നുമുള്ള പാർട്ടിയല്ല, നീ എൻ്റെ കൂടെ പോന്നിട്ട് കാര്യമില്ല എന്നുള്ളതാ വാച്യാർത്ഥം. ഞങ്ങൾ സൂചിച്ചേടയിലേക്ക് പോകുമ്പോൾ ചിലരൊക്കെ ചോദിക്കാറുണ്ട്, നിങ്ങളെ കൂടെ കൂടിക്കോട്ടെ. ചിലടത്തൊക്കെ കവലയെ പ്രസംഗിക്കുമ്പോൾ, അല്ല നിങ്ങളപ്പം കൂടട്ടെ, നമ്മളും തിന്നും. അത് കഴിഞ്ഞിട്ട് ഈ മൈക്കൊക്കെ പൊന്തിച്ച് ഇങ്ങനെ നടക്കും. ഇതുമായിട്ട് നടക്കാൻ പറ്റുന്നുണ്ട്, നമ്മളും കുടിക്കും, കൂലിയൊന്നും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ആളുകൾ പിന്തിരിയുകയാണ് പതിവ്. യേശു കർത്താവ് അവനെ നിരുത്സാഹപ്പെടുത്തുവാൻ അതല്ല പറഞ്ഞത്. യേശു അവനോട് പറഞ്ഞത്, എടവേ കുറുനരികൾക്ക് നിന്റെ അകത്ത് കുഴിയുണ്ട്. കാത്തതായിരിക്കുന്ന ഒരുത്തന് യേശുവിനെ പിൻപറ്റാൻ പറ്റത്തില്ല. ജീവിതത്തിൽ യേശുവിന് ഇടം കൊടുക്കാതെ ശുശ്രൂഷയ അനേക നാളുകളായി സൂക്ഷിക്കുകയാണ്. ആരെ സൂക്ഷിക്കുന്നു എന്നാ പറഞ്ഞെന്നാണ് ഞാൻ ആദ്യം ധരിച്ചത്. പിന്നെ ഞാൻ ദൈവവചനഭാഗം മനസ്സിലാക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവന്റെ താല്പര്യം എന്നാന്ന് ചോദിച്ചാൽ, അവന്റെ സകല പരിപാടികളും ഒന്ന് ചെയ്ത് പൂർത്തീകരിച്ച് അപ്പന്റെ ശവോടൊക്കെ എല്ലാം കഴിഞ്ഞ് വിൽപ്പത്രത്തിലെ ഓർഡർ അനുസരിച്ച് അവന് കിട്ടാനുള്ള വിഹിതമെല്ലാം മേടിച്ച് അതൊക്കെ തന്റെ പേരിൽ എഴുതി ശരിപ്പെടുത്തി എടുത്ത ശേഷം എന്ത് ചെയ്യാം? സേഫ് സോണിൽ നിന്നുകൊണ്ട് കർത്താവിന്റെ വേല ചെയ്യാം. സേഫ് സോൺ, അങ്ങനെ ഒരു സോൺ ഉണ്ട് കേട്ടോ. സുരക്ഷിത മേഖലയിൽ തന്റെ വള്ളം ഭദ്രമായി ഏതെങ്കിലും ഒരു കോണിക്ക് കെട്ടിയിട്ട് തന്റെ വീടിന്റെ അടുത്ത് തന്നെ നല്ല സുവിശേഷ വില ചെയ്യാം. വരെയാളുള്ളൂ അങ്ങനെയാ. ദൂരോട്ട് പോകാനുള്ളതായിരിക്കും ആഹ്വാനം വരെ ഏറ്റെടുക്കുന്നില്ല. പോകുവീരെന്ന് കർത്താവ് പറയുമ്പോൾ സേഫ് സോണിൽ നിൽക്കുവാൻ താല്പര്യപ്പെടുകയാണ്. അവന് യേശുവിനെ പിൻപറ്റുവാൻ കഴിഞ്ഞില്ല. അടുത്ത ആഴ് നാം വായിക്കുന്നത്, വായിച്ചോട്ടെ, പെട്ടെന്ന് വായിക്കും. അടുത്തത് മറ്റൊരുത്തനോടുണ്ട്. മറ്റൊരുത്തൻ ഇങ്ങോട്ട് കയറി പറയാ, കർത്താവേ ഞാൻ നിന്നെ അനുഗമിക്കാം. അവൻ ഒറ്റ പരിപാടിയേ ഉള്ളൂ, എന്റെ വീട്ടിലുള്ളവരോട് എന്ത് ചെയ്യണം? 1978 സെപ്റ്റംബർ മാസം 25 തിങ്കളാഴ്ച ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ എന്റെ വീട്ടിലുള്ളവരൊക്കെ എല്ലാവരും എനിക്കെതിരായില്ലായിരുന്നുവെങ്കിലും വീട്ടുകാരുടെ അനുവാദത്തോടെ അല്ല ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിയത്. അന്ന് ഞാൻ വീട്ടുകാരുടെ അനുവാദത്തിന് നിന്നിരുന്നെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കൂടുമായിട്ട് ഞാൻ സുവിശേഷ വിലയ്ക്ക് പോകേണ്ടി വരികയില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അന്ന് എനിക്ക് അങ്ങനെ പോകാൻ ഇടയായി തീർന്നുകൊണ്ട് കർത്താവിനെ സേവിക്കുവാൻ കഴിഞ്ഞ 34 വർഷം വിജയകരമായി കർത്താവിനെ സേവിക്കുവാൻ ഇടയായി തീർന്നുള്ള ചാരിതാർത്ഥ്യത്തോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. എനിക്ക് ഈ കർത്തൃദാസന്മാരെ കാണുമ്പോൾ അഭിമാനമുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇറങ്ങുവാനുള്ള സമയമല്ല, എഴുന്നേൽക്കുവാനുള്ള സമയമാണ്. കർത്താവിന് വേണ്ടി ചിലതെല്ലാം ചെയ്യുവാനുള്ള സമയമാണ്. അതുകൊണ്ട് പ്രതിസന്ധികൾ, പ്രതിബന്ധങ്ങൾ, അതെ ദുഷ്ടമനുഷ്യർ ഒന്നും സുവിശേഷ ഘോഷണത്തിന്, നമ്മുടെ യാത്രയ്ക്ക്, സുവിശേഷായോധനത്തിന് തടസ്സമായി തീരരുത് എന്ന ആഹ്വാനത്തോടുകൂടെ എനിക്ക് സമയം അനുവദിച്ച കർത്തൃദാസന്മാരുടെ നന്ദി അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ വചനങ്ങളെ ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഉറച്ചു ജീവനെങ്കിൽ ജീവൻ വെച്ചു ഭാരതം നേടിയിടണം. ജീവനെങ്കിൽ ജീവൻ വെച്ചു ഭാരതം നേടിയിടണം. പദം പദം ഉറച്ചു
വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുക. ഇവിടെ സമീപത്ത് ഹിന്ദി ബൈബിൾ കോളേജ് നടക്കുന്നുണ്ട്. അതിന്റെ പ്രിൻസിപ്പളാണ് റവറൻ വർഗീസ് ജോൺ. ബഹുമാന്യ കർത്തൃദാസനെ ദൈവം അതിന് ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുന്നു. ഇതിന്റെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നതായിരിക്കുന്ന പ്രിയപ്പെട്ടവരായ കർത്താവിൻ്റെ ദാസന്മാര്, വിശേഷാൽ ഇതിൻ്റെ സ്ഥാപകനായി ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന കർത്താവിൻ്റെ വിലയേറിയ ദാസന്റെ മക്കളായിരിക്കുന്നവർ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. സമയത്തിൻ്റെ ക്രമീകരണം കൊണ്ട് ഞാൻ ദൈവവചനത്തിൽ നിന്ന് ഭാഗമായിട്ടെടുത്ത് ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ തീമിനോടുള്ള ബന്ധത്തിൽ തന്നെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവ് പറഞ്ഞു, എഴുന്നേൽപ്പീൻ, നാം പോക. 3 കാര്യം. ഒന്ന് എഴുന്നേൽക്കുക, നാം എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ പോകാനല്ല പറഞ്ഞത്. നാം എന്ന് പറയുമ്പോൾ കർത്താവുടെ കൂടെയുണ്ട്. സ്തോത്രം. ഞാൻ ആ ഒരു പോയിന്റ് മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾ പൊക്കോന്ന് പറഞ്ഞ് ഞങ്ങൾ വിടുകയല്ല നമ്മുടെ കർത്താവ് ചെയ്യുന്നത്. നാം പോക. ആ സമയത്ത് ഓർക്കണം, കർത്താവ് അധികം ദിവസങ്ങളുടെ നാളുകളുടെ ഭൂമിയിൽ ഇല്ലെന്നുള്ള കർത്താവിനെ അറിയുമ്പോൾ തന്നെയാണ് താൻ പറഞ്ഞത്, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കുന്നത്, ദൈവദാസന്മാരായി വേലയ്ക്ക് ഇറങ്ങുന്നവരോട് പറയാനുള്ളത്, കർത്താവ് നിങ്ങളെ അങ്ങ് അയക്കുകയല്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ കൂടെ കർത്താവോട് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. എഴുന്നേൽപ്പീൻ, നാം പോക. നാം എന്ന് പറയുമ്പോൾ തന്നെ കൂടെ ചേർത്തുകൊണ്ടാ പറഞ്ഞു. പിന്നെ വേറൊന്ന്, എങ്ങോട്ടാ പോകേണ്ടത്? പ്രൈസ് ദി ലോർഡ്. നാം പോക. എങ്ങോട്ട് പോകണം? 1976 ഞാൻ രാജസ്ഥാനിൽ പോയതാ. സ്തോത്രം. അന്ന് കേരളത്തിൽ ഇവിടെയുള്ള പല ദൈവദാസന്മാർക്കും അറിയാം, പ്രിയപ്പെട്ടവർക്ക് അറിയാം. തൃശ്ശൂർ നെല്ലിക്കുന്ന് സഭയിൽ നല്ലൊരു ശുശ്രൂഷയിലിരിക്കുന്ന സമയത്താണ് നോർത്ത് ഇന്ത്യയിലേക്ക് പോകാൻ തീരുമാനമെടുത്തത്. എവിടെ ഇരിപ്പുണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ട്. സ്തോത്രം. എന്നാൽ എന്നോട് കുമ്മനാട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർ ചോദിച്ചു, നീ ഇപ്പം എന്തിനാ വടക്കേ ഇന്ത്യയിലേക്ക് പോകുന്നത്? തൃശ്ശൂരല്ലേ ഇരിക്കുന്നത്? ഞാൻ പറഞ്ഞില്ല, ദൈവ വിളി അനുസരിച്ച് ഞാൻ പോവാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അവിടെ 80 വരെ പ്രവർത്തിച്ചു. 80 ആസാമിൽ പോയി. ആസാമിൽ ഒന്നും കണ്ടുകൊണ്ട് പോയതല്ല. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ അവിടുത്തെ മീറ്റിങ്ങിൽ പറഞ്ഞു, ആസാമിലെ പണം കണ്ടുകൊണ്ടോ ആസാമിലെ അവിടെയുള്ള ഗോഹട്ടി സഭയിലെ ആളുകളെ കണ്ടുകൊണ്ട് പോയതല്ല. ഇന്ന് പകൽക്കാലം ഈ പ്രിയപ്പെട്ടവർ എനിക്ക് പറയാനുള്ളത്, നാളുകളായി പ്രാർത്ഥിച്ചതായിരിക്കുന്ന വിഷയത്തിന് മുമ്പിൽ 80 മുതൽ ആസാമി കുഞ്ഞുങ്ങൾ പുറകിലിരിപ്പുണ്ട്. നിങ്ങൾക്കറിയാം, ഇവിടെ ആസാമി ബയോ കോളേജ് നടക്കുന്നുണ്ട്. എല്ലാ വർഷവും ഗ്രാജുവേറ്റ് ചെയ്ത് അങ്ങോട്ട് വിടുന്നുണ്ട്. എന്നാൽ ഒരു മലയാളിയായിരിക്കുന്ന ഒരു ദൈവദാസനെ കൂടെ അവരോടുകൂടെ ഒന്ന് വിടാൻ നോക്കിയിട്ട് 4-5 വർഷമായിട്ട് ആരുമില്ല. ഈ വർഷം ഞാൻ കിണഞ്ഞു നോക്കി, ഒരാളെ ഗോഹട്ടിയിലെ ഒരു ചാർജ് വിടാമെന്ന്. ഞാൻ ഇന്ന് ഇവിടെയുള്ള ചുമതലക്കാരോട് പറയാം, അടുത്ത ഞായറാഴ്ച ഞാൻ ടിക്കറ്റ് എടുത്ത് കൊടുക്കാം. ആര് ഗോഹട്ടിലേക്ക് പോകാൻ താല്പര്യമുണ്ടെന്ന് വെച്ചാൽ. പ്രൈസ് ദി ലോർഡ്. ഈ എഴുന്നേൽപ്പിൽ നാം പോകാമെന്ന് പറഞ്ഞ കേരളത്തിൽ മാത്രമല്ല കേട്ടോ. സ്തോത്രം. കേരളത്തിൽ മാത്രം ഇങ്ങനെ ഇറങ്ങാനല്ല പറഞ്ഞ്. ഇത് ഞാൻ അമേരിക്ക പലരും പറയുന്ന ഒരു വിഷയം, ഇന്ന് കേരളത്തിൽ എല്ലാം കർത്താവിന്റെ ദാസൻ പറഞ്ഞോളൂ, ഉറങ്ങിക്കിടക്കുക. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നിങ്ങളൊന്ന് നോർത്ത് ഇന്ത്യ വന്ന് നോക്കുക. പഞ്ചാബ്, ബീഹാർ, ഒറീസ, പ്രൈസ് ദി ലോർഡ്, ആസാം, നിങ്ങളൊന്ന് വന്ന് നോക്ക്. നോർത്ത് ഇന്ത്യൻസിനിടയിൽ വലിയ ഉണർവ് നടക്കുക. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഒരു യൗവനക്കാരനായി പ്രിയപ്പെട്ടവർ ആരെങ്കിലും ദൈവമക്കളായിരിക്കുന്നവർ ആസാമിൽ ഗോഹട്ടി പോയി പ്രവർത്തിക്കാൻ അവരോടുകൂടെ ഉള്ളതായ പ്രിയപ്പെട്ടവരോട്, അവിടെ 2 ആസാമി പാസ്റ്റർമാർ ഗ്രാജുവേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവരോടുകൂടെ നിന്ന് പ്രവർത്തിക്കാനായിട്ട് താല്പര്യമുള്ളതായ ആരെങ്കിലും മലയാളികളായി ഈ ഗ്രാജുവേറ്റ് ചെയ്യുന്നതിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത ഞായറാഴ്ച ടിക്കറ്റ് എടുത്ത് തരാം. നിങ്ങളെ അവിടേക്ക് അയക്കുന്നതായിരിക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആസാമിലെ വേലയ്ക്ക് വേണ്ടി ധൈര്യമുള്ള പ്രിയപ്പെട്ടവർ കടന്നു പോവുക. ദൈവം അവിടെ പ്രവർത്തിക്കും. കഴിഞ്ഞ കാലങ്ങൾ പ്രവർത്തിച്ചു. ഇന്ന് അനേക സഭകളായി ഇവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അവിടെ പോയി പ്രവർത്തിക്കുന്ന വില്ലേജുകളിൽ. എന്നാൽ ഗോഹട്ടി മലയാളിയുടെ വേണം. കുറച്ച് മലയാളി കുടുംബം കൂടെ ഉണ്ട്. 1-2 മലയാളി കുടുംബം കൂടെ ഉള്ളതുകൊണ്ട് അവിടെ മലയാളിയുടെ വേണമെന്നുള്ള അവർക്കൊരു നിർബന്ധം. അതുകൊണ്ട് ഞാൻ ആകുന്ന പണിപ്പെട്ടു. ഞാൻ നമ്മുടെ KM ജോസഫ് ഭാഷ കഴിഞ്ഞ വർഷം അമേരിക്കയിൽ നിന്ന് വിളിച്ച് ചോദിച്ചു, ഒരു ആളെ അങ്ങോട്ടൊന്ന് വിടാമോ എന്ന് ചോദിച്ചു. എൻ്റെ ഭാഷ ആരുമില്ലെന്ന് പറഞ്ഞു. വർഗീസ് ഭാഷ. അതാ ഇവിടുത്തെ
എൻ്റെ വർഗീസെ ആരുമില്ല, ഞാനെന്ത് ചെയ്യാനാ? അവൾ കഴിഞ്ഞ് വേറെ പലയിടത്ത് വിളിച്ചു. എന്നാൽ ഇവിടെ ഇന്ന് പ്രിയപ്പെട്ടവരോട് പറയും, ഇതിൻ്റെ ചുമതലക്കാരോട് പറയുകയാണ്, ഒരാളെ നിങ്ങൾ ആസാമിലോട്ട് വിട്ടാൽ ഞാനിവിടെ ഉണ്ടല്ലോ. അപ്പോൾ ആസാമിലെ പ്രവർത്തനത്തിന് ഒരു മാന്യതയുണ്ട്. ഈ ബൈബിൾ സ്കൂളിൽ നിന്ന് ഒരാൾ ആസാമിൽ പ്രവർത്തിക്കാൻ പോയെന്ന്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അതിനായി സമർപ്പിക്കപ്പെടുന്ന ദൈവദാസന്മാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നോർത്ത് ഇന്ത്യയിൽ വലിയ പ്രവർത്തനം നടക്കുക. ആസാമിൽ ഞാൻ പറയട്ടെ, കഴിഞ്ഞ ഡിസംബർ 13, 14, 15 തീയതികളിൽ കൺവെൻഷൻ നടക്കുകയായിരുന്നു. 14, 15, 16 തീയതികളിൽ 59 ഭാവനക്കാർ ആസാമികൾ, പ്രൈസ് ദി ലോർഡ്, അവരെ ലെറ്റർ എഴുതി തന്നു. അവരുടെ അടിയിൽ എഴുതി തന്നു, നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വരണം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഫോൺ നമ്പർ ഇതെന്നും പറഞ്ഞ് അടിയിൽ കൂപ്പണിൽ എഴുതി തന്നു. 59 ആസാമി കുടുംബങ്ങൾ. എൻ്റെ പെട്ടിയിൽ അത് കൂപ്പൺ വെച്ചിട്ടുണ്ട്, ഇവിടെ ഇരിപ്പുണ്ട്. അവിടുത്തെ പാസ്റ്ററയിൽ അതിൻ്റെ ഫോൺ നമ്പർ ഹാൻഡ് ഓവർ ചെയ്ത് ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് വിളിക്കുന്നതിന് മുമ്പ് അവരിങ്ങോട്ട് വിളി തുടങ്ങി, നിങ്ങൾ വരുന്നില്ലയോ എന്ന് ചോദിച്ച്. സ്തോത്രം. ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണും. സ്തോത്രം. അത്ര ദാഹത്തോടെ ഇരിക്കുന്ന ജനമാണ് ഇന്ന് നോർത്ത് ഇന്ത്യയിലുള്ളതെന്നുള്ളത് നമ്മൾ മറക്കരുത്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അതിൽ പ്രൈസ് ദി ലോർഡ്, നോർത്ത് ഇന്ത്യയിലെ ദർശനത്തോടുകൂടെ ഈ ഗ്രാജുവേഷൻ കഴിയുമ്പോൾ മുൻപോട്ട് പോകുവാൻ ദൈവമായ കർത്താവ് ഇടയാകട്ടെ. ഇതിന്റെ മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാവർക്കായും ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. വിശേഷാൽ ഈ സ്ഥാപനത്തെ കർത്താവ് പിന്നെയും അനേകരെ ഈ വയൽപ്രദേശത്ത് ഇറക്കുവാൻ, മുഖാന്തരമാക്കി തീർക്കുവാൻ ഈ സ്ഥാപനത്തെ കർത്താവ് കരങ്ങളെടുത്ത് ഉപയോഗിക്കട്ടെ, അതിൻ്റെ പ്രവർത്തിക്കുന്നവരെ ഉപയോഗിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കും.